കേരള സ്റ്റോറി സീസൺ 2. ഞാൻ ഈ കൊട്ടയായിട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ വർഷത്തെ നാഷണൽ അവാർഡ് വാരിക്കൂട്ടുമെന്നാണ് നമ്മുടെ കേരള സ്റ്റോറി സീസൺ 2 അണിയറ പ്രവർത്തകർ പറയുന്നത്. എന്ത് കോണാത്തിലെ സ്റ്റോറിയാണ് ഈ കേരള സ്റ്റോറി? എടാ, നീയൊക്കെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാ? കേരളം എന്താണെന്ന് നീയൊക്കെ കണ്ടിട്ടുണ്ടാ? ഈ ഒരു സിനിമയുടെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്നത്. എനിക്ക് കേരളത്തിലെ പെണ്ണുങ്ങളെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അടുത്തവൻ്റെ പ്ലേറ്റിലെ ബീഫ് വരെ വാരി തിന്ന ടീംസാണ്. എടാ, ഞങ്ങൾക്കൊക്കെ പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരമാണ്, വികാരം. അപ്പോഴാണ് അവൻ കേരളത്തിലെ പെൺകുട്ടികളെ ബീഫ് നിർബന്ധിച്ച് ചിരിക്കാൻ പോകുന്നത്. നീയൊക്കെ ആദ്യം കേരളത്തിലോട്ട് വാ, കേരളം എന്താണെന്ന് അറിയും, എന്നിട്ട് പോയി പടം പിടിക്കും. അത്രമാത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ സെൻസർ ബോർഡ് ടീംസിന് ഈ ഒരു സിനിമയ്ക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒരു കുഴപ്പമില്ല. വിദ്വേഷം വിളമ്പിയാലും എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് ഏതെങ്കിലും പാവങ്ങളുടെ ഒരു ചിത്രം പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സീനുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കോളാക്കി നശിപ്പിച്ച് തിയേറ്ററിലോട്ട് എത്തിക്കും. എന്നാൽ ഈ ഒരു സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. പല ആളുകളുടെയും അജണ്ട സിനിമയിലൂടെ കാണിച്ച് ആളുകളെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണ്ട. നീയൊക്കെ ആദ്യം കേരളത്തിലോട്ട് വാ, കുറച്ച് നാൾ കേരളത്തിൽ നിൽക്ക്, എന്നിട്ട് പടം പിടിക്കുക കേട്ടാ.